ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ അച്ഛനടിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കോൺവെർസേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ വരുന്നുണ്ട്, ഒരു അതിഥി വരുന്നുണ്ട്. മേൽക്കുട്ടിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഒരു സ്ഥലത്ത് എറണാകുളത്ത് മേൽക്കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് മേൽക്കുട്ടിയുടെ വീട്ടിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആ ഫ്രണ്ടിനെ അല്ലേ, ആ ഫ്രണ്ടിനെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളും പ്രയോഗങ്ങളും മാക്സിമം ഗ്രാമറുകളൊക്കെ പാടെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ സമയം കളയാതെ വീഡിയോക്ക് പോവാം. അപ്പൊ വിളിക്കട്ടെ, നിന്റെ ഫ്രണ്ട് വരാൻ പോവാണ്. അപ്പൊ നീ പറയണം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയണം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എറണാകുളത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയണം. I have a friend at എറണാകുളം. I have a friend at എറണാകുളം. എനിക്ക് എറണാകുളത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, അവള് എന്റെ സുഹൃത്തുക്കളിൽ ബെസ്റ്റ് ആണ്. എന്റെ സുഹൃത്തുക്കളിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവളെന്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയാം. One of my best friends. ഷീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയണ്ടേ അല്ലേ? ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ അവൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അവള് എൻ്റെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. അവളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. She is going to my going to come to my home. She is going to come to my home അല്ലേ? അവൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. അപ്പൊ നിങ്ങൾ അവൾ വന്നിട്ട് അടിച്ചു പൊളിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോ അവള് വരാൻ നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് അവളൊന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? നീ എങ്ങനെയാണ് വരുന്നത്, നീ എങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണോ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നീ അവളെ ഫോൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫോൺ ചെയ്തു. എന്നിട്ട് നീ പറയാണ് പിന്നെ എന്താ നമുക്ക് അവളെ പേരിടുക? നീനു. ഓക്കെ, നീനു വിളിക്കാണ്ടാ. ഹലോ മിലു, ഹൗ ആർ യു? I am fine, thank you. What about you? Oh, I am also fine, thank you. അതൊക്കെ ചോദിക്കോ? ഇതൊന്നും ചോദിക്കൂല. നമുക്ക് ഇപ്പം ചെയ്യണം എന്നറിയോ? ഹായ് വാട്സ്ആപ്പ് മിലു, ഇങ്ങനെ ചോദിക്കുക. എങ്ങനെ ചോദിക്കുക? വാട്സ്ആപ്പ് മിലു, അത്ര ചോദിക്കുള്ളൂ. വാട്സ്ആപ്പ് അല്ല, അതായത് നമ്മള് ഈ അത്രയും അടുത്തറിയുന്ന സുഹൃത്തുക്കളുണ്ടല്ലോ, അവര് ഹലോ ഹൗ ആർ യു എന്നൊന്നും ചോദിക്കൂല. ഹേയ് വാട്സ്ആപ്പ് എന്ന് ചോദിക്കും. അത്രേ ഉണ്ടാവുള്ളൂ. ശബ്ദം കുറച്ച് മാറിപ്പോയാ. ശബ്ദം മാറ്റണം. ശബ്ദം നമ്മള് ശരിക്കും നമ്മൾ സംസാരിക്കണ പോലെ ഒന്നല്ല സംസാരിക്കുക. നമ്മൾ സംസാരിക്കുന്ന അത് മലയാളമായിട്ട് ഒരുപാട് ബന്ധമുള്ള അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ ഹേ ഹൗ ആർ യു, വാട്സ്ആപ്പ്, ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഇസ് ഗോയിങ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് നമുക്ക് പഠിക്കാം പിന്നീട്. ആ ടോണൊക്കെ മാറ്റി ചോദിക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് ചോദിക്കാം. ഇപ്പൊ നമ്മള് കറക്റ്റ് ഇതിന്റെ കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് ടോണൊക്കെ മാറ്റി പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അവളോട് ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് വരാൻ പോകുന്നത്? നീ എങ്ങനെയാണ് വരാൻ പോകുന്നത്? അവളിപ്പോ ട്രെയിനിലും ആവാം, ഇതിലും ആവാലോ. നമ്മളാണ് പറയുന്നത് ട്രെയിനിലാണെന്ന്. അവൾ എങ്ങനെ വരാൻ പോകുന്നത് നമ്മൾ അവളോട് ചോദിക്കാണ്. അല്ല, എങ്ങനെയാണ് നീ വരാൻ പോകുന്നത്? അല്ല, ഹൗ ഡു യു ഗോയിങ് പറയില്ല. ഹൗ ഡു യു കം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നീ എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ ഹൗ ആർ യു ഗോയിങ് ടു അങ്ങനെ ആ രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്നുകിൽ ഹൗ ഡു യു കം, നീ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഹൗ ആർ യു ഗോയിങ് ടു കം, നീ എങ്ങനെയാണ് വരാൻ പോകുന്നത്. ഞാൻ പറയാൻ വിചാരിച്ച അവിടെ ആറാണ്, പക്ഷെ എന്റെ വായിൽ വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ഗോയിങ് ടു. ഓക്കെ, അപ്പൊ അവള് പറയാണ് ഞാൻ ട്രെയിനിലാണ് വരാൻ പോകുന്നത്. അപ്പൊ പറയാൻ ട്രെയിനിലാണല്ലോ, എങ്ങനെയാണ് ട്രെയിനിലാണ് വരാൻ പോകുന്നത് എന്ന് പറയാണ്. അവള് പറയാണ് ഞാൻ ട്രെയിനിലാണ് വരാൻ പോകുന്നത്. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, ഞാൻ വരാൻ പോകുന്നത് ട്രെയിനിലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നേ ഉള്ളു. അപ്പൊ
ഇല്ല, ഞാൻ ചെയ്യാൻ പോകുന്നു. I am going to the train. വരാൻ പോകുന്നത് കിട്ടണേ, വരിക എന്നുള്ള വാക്ക് അവിടെ വേണം. To come. ബൈ ട്രെയിൻ. By train. ഐ ആം ഗോയിങ് ടു കം ബൈ ട്രെയിൻ. ഞാൻ By train. ട്രെയിനാലാണ് വരാൻ പോകുന്നത്. അവിടെ അവിടെ ബൈ by ബൈ ഇടണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വാഹനത്താലാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാൻ പറയണേ ഐ ആം കമ്മിങ് ബൈ മൈ കാർ. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാറാൽ. ആ വാഹനത്താൽ ആണ് നമ്മൾ പോണേ അല്ലേ, ആ വാഹനം നമ്മളെ വഹിച്ചുകൊണ്ട് പോവല്ലേ, അതുകൊണ്ടാണ് ആൽ ബൈ ഇട്ടത് കേട്ടോ. അപ്പോൾ ട്രെയിനാലാണ് നമ്മൾ വരാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് സംശയം ഉണ്ടാവും, നിന്റെ ട്രെയിൻ എപ്പോൾ വരും എന്ന് ചോദിക്കും. എങ്ങനെ ചോദിക്കും, നിന്റെ ട്രെയിൻ എപ്പോൾ വരും? എപ്പോൾ വരിക, എത്തിച്ചേരുക എന്നുള്ളതിന് ട്രെയിൻ എത്തിച്ചേരുക എന്നുള്ള യൂസ് ചെയ്യുന്ന വാക്ക് അറൈവ് എന്നാണ്. അറൈവ്. അപ്പൊ വിട്ടു പോണേന് നമ്മൾ ഡിപ്പാർച്ച് എന്ന് പറയും. ഡിപ്പാർച്ച്. രണ്ടിനും ഒരു വ്യത്യാസമോ ഇല്ലാന്നോ? ഭയങ്കര വ്യത്യാസം ഉണ്ട്. നല്ല വ്യത്യാസം. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക, ഡിപ്പാർച്ച് എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലൊക്കെ അറൈവൽ എന്ന് വെച്ചാൽ എത്തിച്ചേരുന്ന സ്ഥലം, ഡിപ്പാർച്ചർ അവിടെ വിട്ടുപോകുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ട്രെയിൻ എത്തിച്ചേരുക, അറൈവ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. വെൻ വിൽ യുവർ ട്രെയിൻ അറൈവ്? നിന്റെ ട്രെയിൻ എപ്പോൾ എത്തിച്ചേരും? അപ്പൊ ഉത്തരം എന്തായിരിക്കും? എന്റെ ട്രെയിൻ രാത്രി ഒരു 2 മണിക്ക് എത്തും. രാത്രിയാണെങ്കിൽ ഇപ്പൊ ഒരു AM കൊടുക്കാം. മൈ ട്രെയിൻ വിൽ കം at 2 AM അല്ലേ? അപ്പൊ അവിടെ കമ്മം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനാണല്ലോ നമ്മൾ ഈ അറൈവ് കൊടുത്തത്. ഇപ്പൊ അറൈവ് പറഞ്ഞില്ലേ? അപ്പൊ കമ്മ് വേണ്ട. മൈ ട്രെയിൻ വിൽ അറൈവ് അറ്റ് 2 AM. എന്റെ ട്രെയിന് രാത്രി ഒരു 2 മണിക്ക് വരും എന്ന് പറഞ്ഞു. 2 തന്നെ കൃത്യമാണ്, ട്രെയിനൊക്കെ കൃത്യമാണ്. പക്ഷേ ഈ 12ന്റെ മുമ്പില് 11 കഴിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ ഉള്ളതല്ലേ? 11 കഴിഞ്ഞിട്ടല്ല, 12 കഴിഞ്ഞിട്ടൊക്കെ AM. 12 വരെ നമ്മൾ PM പറയും. ഓക്കെ, 12 മണി കഴിഞ്ഞാൽ മൊത്തം AM പറയും. 12 മണി വരെ നമ്മൾ PM പറയും. കൃത്യം 12 മണിക്ക് നമ്മൾ അർദ്ധരാത്രി അറ്റ് എന്ന് പറയും. അറ്റ് നൈറ്റ്. അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യം 12 മണിയാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഈ സമയം ചേർക്കുമ്പോൾ ഇങ്ങനെ ഇൻ ദ മോർണിംഗ് ചേർത്ത് പഠിക്കണം. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഇതിന്റെ 3ന്റെ കൂടെ അറ്റ് ദ നൈറ്റ്. ബാക്കിയൊക്കെ ഈ അറ്റ് ദ നൈറ്റ് മാത്രമേ, അറ്റ് ദ നൈറ്റ് അല്ല, അറ്റ് നൈറ്റ്. ഓക്കെ. മറ്റിന്റെ കൂടെ ഒക്കെ ഇൻ ദ കൂട്ടി പറയാം. അറ്റിന്റെ കൂടെ ദാ വരില്ല. ദാ അധികം സ്ഥലത്ത് വരില്ല. വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്നിന്റെ കൂടെയും എല്ലാ സ്ഥലത്തൊന്നും ദാ വരില്ല, ചില സ്ഥലത്തേ വരുള്ളൂ. ഫുള്ള് നമ്മൾ പറഞ്ഞ് അറ്റുതാന്ന് ആവരുത് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞെ. അപ്പൊ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്. അത്രയും കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഇവളിനിപ്പോ എപ്പോഴാ നമ്മുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴാ എത്താന്ന് അറിയണം. എന്നിട്ട് വേണം നമുക്ക് അച്ഛനെ കൊണ്ട് പോവാനായിട്ട്, കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ അറിയാം. അപ്പൊ നമ്മൾ അവളോട് ചോദിക്കുകയാണ്, നിന്റെ ട്രെയിന് ഇവിടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോ എത്തും എന്ന് ചോദിക്കണം. അപ്പം എപ്പോൾ എത്തും, ട്രെയിൻ എപ്പോൾ എത്തും. അപ്പൊ നമുക്ക് എത്തിച്ചേരുക എന്നുള്ള വാക്കാണ് യൂസ് ചെയ്താൽ മതി. എത്തിച്ചേരുക എന്നുള്ള വാക്ക് എന്താ? റീച്ച് ഉപയോഗിക്കാം. അറൈവ് ഉപയോഗിക്കണം നിർബന്ധമല്ല. നിന്റെ ട്രെയിൻ എപ്പോൾ എത്തിച്ചേരുന്നുള്ള ഒന്നുകിൽ അറൈവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ റീച്ച് ഉപയോഗിക്കാം. വെൻ വിൽ യുവർ നിന്റെ ട്രെയിൻ. അപ്പൊ വെൻ വിൽ യുവർ ട്രെയിൻ എപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തും. When will your train അടുത്തിൽ വെന്ന് വേണോ? പിന്നെ വെന്ന് വേണ്ട, എത്തിച്ചേരുക എന്നുള്ള വാക്ക് അവിടെ കൊടുക്ക്. നിലമ്പൂർ റെയിൽവേ അറ്റ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? വെൻ വിൽ യുവർ ട്രെയിൻ റീച്ച് അറ്റ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ റീച്ച് എന്നുള്ള വാക്ക് എവിടെ ഇടണം എന്ന് എനിക്ക് അറിയില്ല. അതാണ് നീ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഇതാകുന്നത്. ഒരു കാര്യം കഴിഞ്ഞിട്ട് അതിന്റെ വെർബ് നമ്മൾ ലാസ്റ്റ് അവിടെ കൊണ്ടുപോയിടണം.
അപ്പൊ വെൻ വിൽ യുവർ ട്രെയിൻ റീച്ച് അറ്റ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ? നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്റെ ട്രെയിൻ ഇപ്പോൾ എത്തും. അപ്പോൾ അവൾ ഉത്തരം പറയാണ്, എൻ്റെ ട്രെയിന് രാവിലെ 7:30 എത്തും. 7:30 രാവിലെ ഇൻ ദ മോർണിംഗ് എന്ന് പറയണം. രാവിലെ 7:30 കൃത്യസമയത്താണെങ്കിൽ, ട്രെയിൻ കൃത്യസമയം പാലിക്കുന്നു എങ്കിൽ രാവിലെ 7:30 എത്തും. അത് വലിയ സെന്റൻസ് ആണ്, ഞാൻ മുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്റെ ട്രെയിൻ എത്തും. My train will come. കമ്മല്ല, എത്തിച്ചേരുക. റീച്ച്. അത് മതി. മൈ ട്രെയിൻ വിൽ റീച്ച് അറ്റ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. രാവിലെ 7:30. at 7:30 രാവിലെ in the morning. My train will reach at നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ at 7:30 in the morning. രാവിലെ 7:30 എത്തുന്നു പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഇൻ ദ മോർണിംഗ് ഒക്കെ പറയുമ്പോ ഏറ്റവും കൂടുതൽ കിട്ടണ എന്താ അറിയോ, ഇൻ ദ ഈവനിങ്. സിമ്പിൾ. അത് ഇങ്ങനെ പറഞ്ഞ് ശീലമാവാത്തോണ്ടാണ്. അപ്പൊ രാവിലെ 7:30 എത്തിച്ചേരുന്നു പറഞ്ഞു. എന്നിട്ടോ കൃത്യസമയം പാലിക്കുന്നു എങ്കിൽ, അതായത് ട്രെയിൻ കൃത്യസമയത്താണ് എങ്കിൽ, എങ്കിൽ എന്നുള്ള വാക്കിൽ തുടങ്ങണം. ഇഫ് എന്ത്? ദ ട്രെയിൻ ഈസ് ഓൺ ടൈം. കൃത്യസമയത്ത് ആണ് എങ്കിൽ എന്ന് പറയാനായിട്ട് ഇഫ് ദ ട്രെയിൻ ഈസ് ഓൺ ടൈം. ഓൺ ടൈം. ഈ ഓൺ ടൈമും ഇൻ ടൈമും നമ്മൾ കേൾക്കാറുണ്ട്. ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയം, അതായത് ഇപ്പൊ റെയിൽവേ ടൈമൊക്കെ കൃത്യമായിരിക്കുമല്ലോ. അപ്പൊ ആ കൃത്യസമയത്ത് ട്രെയിൻ അവിടെ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഓൺ ടൈം എന്ന് പറയാം. ഇനി അതിന്റെ മുൻപേ എത്തുന്നതിനാണ് നമ്മൾ ഇൻ ടൈം എന്ന് പറയാം. അപ്പൊ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പേ. കുറെ മുമ്പല്ല, അതിന്റെ കുറച്ച് മുന്നേ. അപ്പൊ നമ്മൾ പറയണ നീ കൃത്യസമയത്ത് കല്യാണത്തിന് വരണം. അപ്പൊ ഞാൻ പറയണ ഓക്കെ, ഞാൻ സമയത്തിന് മുമ്പേ ഞാൻ അവിടെ എത്തും എന്ന് പറയില്ലേ. അപ്പൊ അത് അതിന് മുമ്പ് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ മറുപടി പറയാം, എന്നാ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിൽ വരാം, സമയത്തിന് മുൻപേ വരാം. അപ്പൊ നമുക്ക് ഇൻ ടൈം പറയാം അവളോട്. അപ്പൊ എങ്ങനെ പറയും? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരും. റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ. എന്റെ അച്ഛന്റെ കൂടെ. എന്റെ അച്ഛന്റെ കൂടെ വിത്ത് മൈ ഫാദർ. കാറാൽ, ഒരു വാഹനത്താൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ഇടേണ്ടത്? അല്ല, ഒരു വാഹനത്താൽ, ഒരു സാധനത്താൽ, ഒരു സംഭവത്താൽ. ബൈ ദ കാർ. ഓക്കെ, ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ വിത്ത് മൈ ഫാദർ ബൈ കാർ. അല്ലേ? ബൈ കാർ. ഞാൻ കാറാൽ എന്റെ അച്ഛന്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഇന്നിന്റെ ഇതില്ലേ, അതെവിടെ ചേർക്കണ്ടേ? ഇന്നിന്റെ നമ്മളെ ഞാൻ അതിന്റെ മുമ്പേ വരാൻ പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പൊ അവള് പറയാണ്, ലാസ്റ്റ് നമ്മൾ പറയാണ് കാറാൽ കൃത്യസമയത്ത്. അല്ല, കൃത്യസമയത്തിന് മുമ്പേ. മീൻസ് അവള് നേരത്തെ പറഞ്ഞു കൃത്യസമയത്ത് എന്ന് പറഞ്ഞു, അതിന്റെ മുൻപേ നമ്മൾ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇൻ ടൈം. ലാസ്റ്റ് ഇൻ ടൈം ചേർത്ത് കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത്ര വരും. ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ വിത്ത് മൈ ഫാദർ. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇപ്പൊ ശരിക്കും ഇങ്ങനെ പറയണ്ടത്, ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ വിത്ത് മൈ ഫാദർ. കണ്ടോ ആ ടോണിന്റെ വേരിയേഷൻ കണ്ടോ? എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ പറയാം? ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ വിത്ത് മൈ ഫാദർ ബൈ കാർ ഇൻ ടൈം. ഞാൻ കൃത്യസമയത്ത് ഇതിന് മുന്നേ തന്നെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞുതരാം, ഐ വിൽ കം ടു ദ റെയിൽവേ സ്റ്റേഷൻ വിത്ത് മൈ ഫാദർ ബൈ കാർ ഇൻ ടൈം. മനസ്സിലായോ? അത് ഞാനന്ന് ഇതാക്കി പറഞ്ഞേ ഉള്ളൂ. ഏത് സമയം അച്ഛനുള്ള ഒരു പരിപാടിയാണ് അവിടെ പഠിപ്പിക്കായിരുന്ന. ഏത് സമയം ഒച്ച ചിലപ്പെങ്കിലല്ല, ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ടോണ് കേട്ടിട്ട് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, ഇത് എന്ത് ഇംഗ്ലീഷാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ പറയാം എല്ലാവരും, ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇവരുടെ ഈ ഫോറിൻ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. പക്ഷെ ഞാൻ ആ ഒരു വാദം ഏറ്റുപിടിക്കുന്ന ആളല്ല. കാരണം നമ്മൾ ആദ്യം നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ടോൺ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷെ പഠിക്കുന്നത് കൃത്യമായിട്ട് എന്താണ് ഇതെന്ന് അറിയണമെങ്കിൽ ഹാസാണോ ഈസാണോ
അല്ലെ? വാസാണോ എന്താണ്? ഇപ്പൊ വാസ് എന്ന് പറയുന്നത് ചില ആൾക്കാർ വാസല്ല പറയാ, ഓസ് ഓസ്. ഇതറിയാത്തോണ്ടല്ല, പക്ഷെ ഇത് നമ്മൾ പറഞ്ഞ് ഇതാണ് ഇത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതിനെങ്ങനെ മുറിച്ച് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടോൺ മാറ്റാം, നോ ഇഷ്യൂസ്. ടോൺ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ടോൺ മാറ്റൽ നമ്മൾ അവരുടെ ഒരു ഇംഗ്ലീഷുകാരുടെ അടുത്ത് നമ്മൾ കുറച്ച് സംഭവം നിന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആ ടോൺ പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു അടിത്തറ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കഥ വൈകും. ഓക്കെ, അടുത്ത് അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്താന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കടന്നൊക്കെ ഉറങ്ങി നിങ്ങൾ ചായ കുടിച്ച് രാവിലെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ആര്? നീയും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ടോ അപ്പൊ അവളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അവളെ ഞങ്ങളൊരു 10 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ? കറക്റ്റാണ്, പോരട്ടാണ്ട്. വി ആണ് ഹാവ് ബീൻ വെയിറ്റിംഗ് 10 മിനിറ്റോളമായിട്ട്. വെയിറ്റിംഗ് ഫോർ 10 മിനിറ്റ്സ് അല്ലേ? We have been waiting for 10 minutes. അത് തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 1 മിനിറ്റ്സ് പറയോ അതോ 1 മിനിറ്റ്? 1 മിനിറ്റ് അതൊന്നല്ലേ ഉള്ളൂ. 1 മിനിറ്റ് അപ്പോഴേക്കും മിനിറ്റ്സ് ആയി, മിനിറ്റുകളായി. ഞാൻ 2ന്റെ അപ്പുറത്തേക്ക് ഫുൾ എസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ we have been waiting for her for 10 minutes. ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 10 മിനിറ്റോളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അവളുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഷീയല്ല, അവളുടെ ട്രെയിൻ, അല്ലെങ്കിൽ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ ട്രെയിൻ നമുക്ക് പറയണമെങ്കിൽ ഹെർ ട്രെയിൻ എന്നാണ് യൂസ് ചെയ്യുക. അതിപ്പോ അവക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മള് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ട്രെയിൻ ട്രെയിൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവളെ വിളിച്ചു ചോദിക്കണം. കുറെ ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ അവളെ വിളിച്ചിട്ട് ട്രെയിൻ അവിടെ നിന്നിട്ടുണ്ട് കേട്ടാ. അവ വിളിച്ചു, നീനു നീ എവിടെയാ, നീ ഇപ്പൊ എവിടെയാ എന്ന് ചോദിക്കാണ്. വിളിക്ക്, ഫോൺ വിളിക്ക്. ഹലോ. എന്നിട്ട് ചോദിക്ക് നീ എവിടെയാണെന്ന് ചോദിക്ക്. എവിടെയാണ്? നീ എവിടെയാണ് ഇപ്പോ? then അല്ല, നൗ. വേർ ആർ യു നൗ? നീ ഇപ്പൊ എവിടെയാണ്? അപ്പൊ അവള് പറയാണ്, ഞാനിപ്പോ അങ്ങോട്ട് ട്രെയിന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ഇപ്പൊ അങ്ങോട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് എങ്ങനെ? ഹാവ് ചേർത്തിട്ട് പറയണം. I have just ഇനി ഇറങ്ങി എന്നുള്ള വാക്ക് എന്താ? ഗോട്ട് ഡൗൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഗോട്ട് ഓഫ് എന്നും പറയാം. I have just got off. ഞാൻ പഠിച്ചു വന്നോണ്ട് എനിക്ക് ഗോട്ട് ഡൗൺ. രണ്ടായാലും കുഴപ്പമില്ല. അതിന് ട്രെയിനിലേക്ക് കയറുന്നതിന് നമ്മൾ ഗോട്ട് ഓൺ ദ ട്രെയിൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓഫ് എടുക്കാം, അല്ലെങ്കിൽ ഗോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി അതും യൂസ് ചെയ്യാം. അപ്പൊ ഐ ഹാവ് ജസ്റ്റ് ഗോട്ട് ഓഫ് ട്രെയിൻ, അല്ലെങ്കിൽ ഗോട്ട് ഡൗൺ ട്രെയിൻ. ട്രെയിനിൽ നിന്ന് ജസ്റ്റ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. അപ്പൊ നീ പറയാണ്, ഞങ്ങളിവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഉണ്ട്. ഞങ്ങളിവിടെ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1. ഞങ്ങൾ ഉണ്ടെന്ന് മീൻസ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ഇങ്ങനെ പിന്നെ വന്നുകൊണ്ടിരിക്കൂലേ, അപ്പൊ അതിന്റെ സൈഡില് ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ. നമ്മളെ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുന്നില്ലേ, അതിനാണ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഓക്കെ, ആ ട്രെയിനിന്റെ ട്രാക്ക് ഇല്ലേ, ആക്ച്വലി അതാണ് പ്ലാറ്റ്ഫോം. അതിന്റെ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുക. ട്രെയിനിന്റെ ആ ട്രാക്ക് ഇല്ല, അതിനാണ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. അപ്പൊ അതും ഈ ആളുകള് നിൽക്കൂലല്ലോ. അപ്പൊ അത് ആ ട്രാക്കും അതിന്റെ ഇപ്പുറത്തുള്ള ആ സ്ഥലവും ഇതിനൊക്കെ പാടം എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ട്രെയിൻ ആ ട്രാക്ക് കൂടെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ അല്ല നിൽക്കുന്നത്, നമ്മൾ ഇതിന്റെ പുറത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്നർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ നമ്മൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാ? ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ സ്ഥലം? കൃത്യമായിട്ടൊരു സ്ഥലം പറയാണ്. അപ്പൊ എന്ത് കൊടുക്കും? അറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1.
അത് മനസ്സിലായില്ലേ? ആ ഒരു സ്ഥലം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അറ്റ് കൊടുക്കുക, അറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ, കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാം വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മിങ് there അല്ലേ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവളെത്തി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവളായിട്ട് പിന്നെ സന്തോഷമൊക്കെ പങ്കിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവളോട് പറയണം നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോയാലോ, നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോയാലോ, ചെയ്താലോ ലെറ്റ്സ് ഗോ ടു ദ കാർ. നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ നിയർ ഒന്നല്ല യൂസ് ചെയ്യുക, ടു ആണ് കേട്ടോ യൂസ് ചെയ്യുക. അതെല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ ടു എന്തിനാ യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ടു ആണ് യൂസ് ചെയ്യുക അല്ലേ. ഇപ്പം നമ്മളൊരു കഥ പറഞ്ഞത് മുന്നേ ഗാന്ധിജീൻ്റെ, അപ്പോൾ അതിൽ നമ്മൾ ഈ സെൻറ്റൻസ് യൂസ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നു. അതായത് ദ ബോയ് വെൻ ടു ദ ഗാന്ധിജി, ആ പയ്യൻ ഗാന്ധിജിയുടെ അടുത്തേക്ക് പോയി എന്ന് പറയാനായിട്ട് ദ ബോയ് വെൻ ടു ദ ഗാന്ധിജി എന്ന് പറഞ്ഞ. അപ്പൊ വെന്റ് അപ്പൊ ടു പറഞ്ഞപ്പോ അത് എന്താ ടു എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ടു ഇതാണ്. ഇത് നമുക്ക് കാറിന്റെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കാനായിട്ട് ലെറ്റ്സ് ഗോ ടു ദ കാർ എന്നാണ്, കാറിന്റെ അടുത്തേക്ക് പോയാലോ എന്നാണ് ചോദിക്കട്ടോ. അങ്ങനെ നിങ്ങൾ കാറിന്റെ അടുത്ത് എത്തി. ഓക്കെ, കാറിന്റെ അടുത്ത് എത്തിയതിനു ശേഷം നിങ്ങൾ കാറിൽ കയറി. എങ്ങനെ പറയാ? ഞങ്ങൾ കാറിൽ കയറി. കാറാണ്. അപ്പൊ എങ്ങനെയാ? അവിടെ നടക്കാനൊന്നും പറ്റൂല കാറിന്റെ ഉള്ളിൽ. അപ്പൊ ഇന്ന് പറയണം വി ഗോട്ട് ഇൻ ദ കാർ. എയ്റോപ്ലെയിന്, കപ്പല്, പിന്നെ ബോട്ട്, ബസ്, ഇതിലൊക്കെ ഓണ്. പിന്നെ കാറ്, ഓട്ടോറിക്ഷ, പിന്നെ ടാക്സി, ഇരുന്ന് പോകാൻ പറ്റിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, നടക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ ഇന്ന് പറയും. ഓക്കെ, അപ്പോ അതങ്ങനെയാണ് വി ഗോട്ട് ഇൻ ദ കാർ. ഓക്കെ, നമ്മൾ ആ കാറിന്റെ ഉള്ളിൽ കയറി. അപ്പൊ എന്നിട്ട് അവളോട് നമ്മൾ ചോദിക്കാണ് യാത്രക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കാ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് എങ്ങനെ ആയിരുന്നു എന്നാ ചോദിക്കുക. എങ്ങനെയായിരുന്നു? യാത്രക്ക് നമ്മൾ ചോദിക്കുന്ന വാക്കറിയോ? എന്താ? ജേണി. അപ്പൊ ട്രാവൽ നമ്മൾ പറയും, പക്ഷെ നമ്മള് ഇങ്ങനെയുള്ള യാത്രകൾക്ക് ജേണി എന്നാണ് പറയാ. ഓക്കെ, how was നിന്റെ ജേണി, how was your journey, നിന്റെ ജേണി എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അപ്പൊ അവള് പറയണ് നിന്റെ ജേണി വളരെ സൂപ്പർ ആയിരുന്നു, വളരെ നൈസ് ആയിരുന്നു. വെരി നൈസ്. അതായിരുന്നു അങ്ങനെ പറയണം. അല്ല, അത് എന്നുള്ളതിന് വേറൊരു വാക്കുണ്ട്, ചെറിയ വാക്ക്. ഇത് അത് രണ്ടിനും ഉപയോഗിക്കുന്നത് ഈസല്ല, ആയിരുന്നു എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. It was very nice. It was so nice അല്ലെങ്കിൽ it was very nice. അത് വളരെ നന്നായിരുന്നു. അപ്പൊ അവള് പിന്നെ രാത്രിയിലെ വന്നേ, നമുക്ക് ഉറങ്ങിയോന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ചോദിക്കാ? നീ നന്നായിട്ട് ഉറങ്ങിയോ എന്നെങ്ങനെ ചോദിക്കാ? Did you sleep very well? നീ നന്നായിട്ട് ഉറങ്ങിയോ? അപ്പൊ അവള് പറയാണ് യെസ്, ഞാൻ നന്നായിട്ട് ഉറങ്ങി. Yes, I slept. ഞാൻ വിചാരിച്ചു സ്ലീപ്ഡ് പറയുന്നത്. സ്ലീപ്ഡ് അല്ല കേട്ടാ, സ്ലെപ്റ്റ്. ഐ സ്ലെപ്റ്റ് വെരി വെൽ. സ്ലെപ്റ്റിന് പകരം ഞാൻ സ്ലിപ്റ്റ് അല്ല, സ്ലെപ്റ്റ്. ഞാൻ അങ്ങനത്തെ വാക്കില്ല. സ്ലിപ്റ്റ് പറഞ്ഞാൽ സ്ലിപ്പായി പോവാന്നുള്ള അതിലേക്ക് വരും, അങ്ങനെ വാക്കില്ല. അപ്പൊ ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് ഉറങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത അവളോട് ഞങ്ങൾക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഒന്ന് വല്ല കാപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇപ്പോ എന്ന് ചോദിക്കാം. ഞാൻ ചോദിക്കാം. എങ്ങനെ ചോദിക്കും? നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ ഇപ്പോ ഇഷ്ടമാണോ അല്ലെങ്കിൽ വേണോ? അങ്ങനെ ചോദിക്കാം. വേണമോ? അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മള് ഡു യു വാണ്ട് ടു
അങ്ങനെ ചോദിക്കാം. പക്ഷെ അതിനേക്കാൾ നല്ല വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, What would you like to have anything. ആ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്, നീ ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അവള് പറയാണ്, ഇല്ല എനിക്കിപ്പോ ഒന്ന് ഫ്രഷ് ആവണം ആദ്യം. കാറിന്റെ ഉള്ളിൽ നിന്ന് ഫ്രഷ് ആവണല്ല പറഞ്ഞത്, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം, അതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയാം. ആ അപ്പൊ എങ്ങനെ പറയാ? അപ്പം എനിക്ക് ഫ്രഷ് ആവണം, എനിക്ക് വേണം. I want to fresh. അവിടെ ഒരു ബീയും കൂടി ഇട്ട് കൊടുക്കണേ. I want to be fresh, എനിക്കൊന്ന് ഫ്രഷ് ആവണം. I want to be fresh. എനിക്കൊന്ന് ഫ്രഷ് ആവണം, അതിനുശേഷം കഴിച്ചോളാം. അങ്ങനെ പറയാ. After that I will eat. I will have അല്ലെങ്കിൽ eat, അതിനുശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയാം. അപ്പൊ യാത്രയൊക്കെ നൈസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അവള് പിന്നെ നിന്റെ അടുത്ത് വേറെ കാര്യം പറയാണ്, ഞാനുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഉടൻ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അയ്യോ, അപ്പൊ അങ്ങനെ കിട്ടിയെന്നുള്ള നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ ആദ്യം ചോദിക്കുകയാണ്, ആദ്യം അവള് പറയാണ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം സംഭവിച്ച ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാണ്. ട്രെയിൻ വിട്ടുപോയേ ലെഫ്റ്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ, അതായത് ട്രെയിൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. ഇതിന് നമുക്ക് മൂന്ന് വാക്യം. When I reached railway station. The train had left as soon as I reached railway station. As soon as എന്ന് പറഞ്ഞാലും when എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. The train had left as soon as I reached the railway station. No, the train had left when I reached the railway station. No പറയാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ അപ്പം തന്നെ ട്രെയിൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ രണ്ട് പാസ്റ്റ് ആക്ഷൻ സംഭവിച്ചു. അതുകൊണ്ടൊന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞു കേട്ടോ. അപ്പൊ നീ ചോദിക്കാണ്, പിന്നെ നിനക്ക് എങ്ങനെ ട്രെയിൻ കിട്ടി? നിനക്ക് എങ്ങനെ ട്രെയിൻ കിട്ടി? എങ്ങനെ എങ്ങനെ കിട്ടി? How did you get the train? Then how did you get the train? പിന്നെ നിനക്ക് എങ്ങനെ ട്രെയിൻ കിട്ടി? അപ്പോൾ പറയണേ, ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്തു, എന്നിട്ട് അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിനിൽ കയറി. ഓക്കെ, എങ്ങനെ പറയാ? ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടോ എടുത്തു. ഓട്ടോ എടുത്തു, ഓട്ടോ വിളിച്ചു എന്നൊക്കെ പറയാം. I called an auto. ഞാൻ ഒരു ഓട്ടോയെ വിളിച്ചു അല്ലെ, അല്ലെങ്കിൽ I took an auto. ഞാൻ ഒരു ഓട്ടോ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് പറഞ്ഞിട്ട് അടുത്ത റെയിൽ എത്തിച്ചേർന്നു. I reached next railway station. ഞാൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുന്ന് ഞാൻ ട്രെയിനിൽ കയറി. ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷം ഞാൻ ട്രെയിനിൽ കയറി. അതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് I കയറി. got on the train. After that I got on the train. അതിന് ശേഷം ഞാൻ ട്രെയിനിൽ കയറി. അപ്പൊ ഒരു സംശയം വരും, ഇതൊക്കെ പാസ്റ്റ് ആക്ഷൻ അല്ലേ? ഒന്ന് മുന്നേ കഴിഞ്ഞതല്ലേ, ഒന്ന് അതിന് ശേഷം വന്നല്ലേ? അപ്പൊ ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും ഒന്ന് പാസ്റ്റിലും പറയണ്ടേ? അങ്ങനെയല്ല. അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻ, രണ്ട് പാസ്റ്റ് ആക്ഷൻ നമ്മൾ കുറച്ച് സമയത്തിന്റെ ഗ്യാപ്പിൽ പറയുമ്പോഴാണ് അത് പറയാം. അതായത് ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപേ ഒരു കാര്യം സംഭവിച്ചു, അതുകൊണ്ടാണ് ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റിലും ഒന്ന് പാസ്റ്റിലും വന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? എൻ്റെ ട്രെയിൻ മിസ്സായി, അപ്പം ഞാനൊരു ഓട്ടോ വിളിച്ചു, അതിനുശേഷം ഞാൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അതിനുശേഷം ഞാൻ ട്രെയിനിൽ കയറി. ഇതൊക്കെ അടുത്തടുത്തടുത്ത് അതേ സമയത്ത് നടക്കുന്ന പാസ്റ്റുകളാണ്. അവിടെ നിന്നും പിന്നെ നമ്മൾ ഈ രണ്ട് പാസ്റ്റ് ആക്ഷൻ വരുമ്പോൾ ഒന്ന് അങ്ങനെയല്ലേ ഒന്ന് ഇങ്ങനെയല്ലേ, അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവള് നിന്നോട് പറയണേ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് കൊണ്ടുവരിക എന്നുള്ള വാക്ക് അറിയാമോ? ബ്രിങ് എന്നാണ് അതിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്.
ഞാൻ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ. ഐ ആ ഹാവ് ആ ബ്രോട്ട് ആ വൺ. ഐ ഹാവ് ബ്രോട്ട് വൺ ഗിഫ്റ്റ് ഫോർ യു. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇതാ ഓപ്പൺ ചെയ്ത് നോക്കൂ. പ്ലീസ് ഓപ്പൺ. പ്ലീസ് ഓപ്പൺ ഇറ്റ്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കി. അപ്പോൾ അത് നല്ല അടിപൊളി ഒരു മാലയാണ്. ഓക്കെ. അപ്പോൾ അവൾ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ പെടുക ചെയ്തോ? ഇഷ്ടപ്പെട്ടു പെട്ടോ? Did you like it? Did you like it? അല്ലേ? അപ്പൊ നീ പറയാണ് എനിക്കിത് Yes. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. I really liked it. I really liked it. അല്ലേ? അപ്പൊ അവൾക്കൊരു സംശയം. ഇത് ഇവള് കൊണ്ടുവന്നത് ഒരു പച്ച കളറാണ്. നിനക്ക് ചുമന്ന മാലയല്ലേ ഇഷ്ടം? നീ ചുമപ്പല്ല ഇട്ടിരിക്കുന്നത്. അത് ചുമപ്പാണ്. ഇത് റെഡാണ്. റെഡിന് ഞങ്ങൾക്ക് ചുമപ്പ് എന്ന് പറയാ. ഈ വേറെ വല്ലതും പറയാറുണ്ടോ? ഓക്കെ. അപ്പോ അവള് കൊണ്ടുവന്നത് പച്ചയാണ്. അപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, നിനക്ക് ഏത് കളറാണ് ഇഷ്ടം? പച്ചയാണോ ചുമപ്പാണോ? നിനക്ക് ഏത് കളറാണ്? നീ ഏത് കളർ ഇഷ്ടപ്പെടുന്നു? ഇതാണോ അതാണോ? അല്ല, വാട്ട് കളർ? വാട്ട് കളർ? Do you like? What color do you like? നീ എന്ത് കളർ ഇഷ്ടപ്പെടുന്നത്? ഇതാണോ അതാണോ? ഇതാണോ അതാണോ? ഇന്നതാണോ? ഇപ്പൊ ഞാൻ ചായ കുടിക്കാം, ഒന്നുകിൽ ഞാൻ ചായ കുടിക്കും അല്ലെങ്കിൽ ഞാൻ കാപ്പി കുടിക്കും എന്നൊക്കെ പറയാറില്ലേ? ഒന്നുകിൽ ഇത് അതന്നെ. അപ്പൊ either red or green. അപ്പൊ നീ പറയണം, എനിക്ക് ചുമപ്പാണ് ഇഷ്ടം പച്ചയേക്കാൾ. അത് ആദ്യം പറയാം. എനിക്ക് ചുമപ്പാണ് ഇഷ്ടം പച്ചയേക്കാൾ. ഐ ലൈക്ക് റെഡ് അല്ല. അവിടെ നമ്മൾ വേറെ ഒരു സാധനം പറയണം. ഐ പ്രിഫർ വെച്ചിട്ട് പറയണം. ഐ പ്രിഫർ റെഡ്. പച്ചയേക്കാൾ. ആ കാൾ കിട്ടാൻ വേണ്ടിട്ട് അവിടെ വേറെ സാധനം കൂടി കൂട്ടണം. ടു പ്രിഫർ. അവിടെ ടു ആണ് ഇടുക. പ്രിഫർ ടു എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? ഐ പ്രിഫർ റെഡ് ടു ഗ്രീൻ. ഞാൻ പച്ചയേക്കാൾ ചുവപ്പ് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്താണ് ഇത് കൊണ്ടുവന്നത് ഇവളല്ലേ? അപ്പൊ നമ്മൾ പറയാണ് ഈവൻ ദോ എങ്കിൽ പോലും ഇപ്പൊ എനിക്ക് പച്ച ഇഷ്ടമാണ്. കാരണം എന്താണ്? ഈ ഗിഫ്റ്റ് നീ തന്നതാണ്. അതെ അതെ. അപ്പൊ എങ്ങനെ പറയാ? ഐ പ്രിഫർ റെഡ് ടു ഗ്രീൻ. ഞാൻ റെഡിനേക്കാൾ ഗ്രീൻ ആണ് ഇഷ്ടപ്പെടുന്നത്. ഈവൻ ദോ ഐ പ്രിഫർ റെഡ് ടു ഗ്രീൻ. ഞാൻ ഗ്രീനേക്കാൾ റെഡ് ആണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഗ്രീനേക്കാൾ റെഡ് ആണ് ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ പോലും എന്ന് പറയാനായിട്ട് എങ്കിൽ പോലും ഈവൻ ദോ ഞാൻ ഈ പച്ച ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ പ്രിഫർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറയാം. ഐ ലൈക്ക് ഗ്രീൻ അല്ലേ? ഐ ലൈക്ക് ഗ്രീൻ. എന്താ കാരണം? നീയാണത് കൊണ്ടുവന്നത്. ബിക്കോസ് നീ ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. യു ഗിഫ്റ്റഡ് മീ. ഒരു സംഭവം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതിന് ഗിഫ്റ്റഡ് എന്നാ പറയാം. അങ്ങനെ പറയാം കേട്ടോ. ഒന്നുകിൽ ഗിഫ്റ്റഡ് മീ എന്ന് പറയാം, അതല്ലെങ്കിൽ യു ഹാവ് ഗിവൺ ദിസ്. നീയാണ് ഇത് എനിക്ക് തന്നിട്ടുള്ളത് അല്ലേ? അല്ലെങ്കിൽ യു ഹാവ് ഗിഫ്റ്റഡ് മീ. നീയാണ് ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. രണ്ടും പറയാം. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഒക്കെ കിട്ടി, സന്തോഷമായി അല്ലേ? ഇനിയിപ്പോ അവൾക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ വീട്ടിൽ വന്നിട്ട് നമുക്ക് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം, ട്രീറ്റ് ഒക്കെ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ കോൺവെർസേഷൻ ഇത്ര മതി ഗൈസ് അല്ലേ? ഇത് കുറെ ലെങ്ത് ആയിട്ടുണ്ടാവും, എനിക്കറിയാം. ഒരു 219 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള കോൺവെർസേഷൻ വീഡിയോസ് നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറേ ഗ്രാമർ പിടിച്ചാലൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ മിൽക്കുട്ടി ഇപ്പോൾ എത്രത്തോളം സ്ട്രെയിൻ എടുക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാം. ഇങ്ങനെ സ്ട്രെയിൻ എടുത്താലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കോൺവെർസേഷൻസ് വീഡിയോയും പിന്നെ ഒരുപാട് ഡൗട്ട്സ് തീർക്കുന്ന വീഡിയോസ്, ഗ്രാമർ വീഡിയോസ്, അങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും.
അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ എൻഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാമർ വീഡിയോസിൻ്റെ സെക്ഷനിലും കയറാം, കോൺവെർസേഷൻ്റെ വീഡിയോസിലും കയറാം. എല്ലാം നിങ്ങൾ എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.